everyone, welcome back to my channel. കഴിഞ്ഞ വീഡിയോയിൽ PSC വൺ ടൈം അക്കൗണ്ടിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് നമ്മൾ ഓരോ എക്സാംസിന് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. PSC പോലെ തന്നെ ഇതിനും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓരോ എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് SSCയിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സാംസിന് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ക്രോമിൽ വന്നിട്ട് ssc.nic.in അതാണ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ SSC വൺ ടൈം രജിസ്ട്രേഷൻ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഇവിടെയാണ് നമ്മുടെ ലോഗിൻ. നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെയൊരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഡു യു ഹാവ് ആധാർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആധാർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡിൽ കാണുന്ന നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആധാർ നമ്പർ ഉണ്ട്, ആധാർ നമ്പർ തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈറ്റിൽ നമ്മൾ എല്ലാത്തിനും വെരിഫൈ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം തന്നെ 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൈപ്പ് ഓഫ് ID ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ് അല്ലെങ്കിൽ വേറെ ഏത് ID ആണോ അതവിടെ കൊടുക്കാം. ശേഷം നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട്. നെയിം നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ വേണം. SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. നെയിം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈ നെയിം ചോദിക്കുന്നുണ്ട്. വെരിഫൈ നെയിമും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡു യു എവർ ചേഞ്ച് എ നെയിം, നമ്മുടെ നെയിം എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം ഒക്കെ നമ്മൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഫാദേഴ്സ് നെയിം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ മദേഴ്സ് നെയിമും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ മദേഴ്സ് നെയിം വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കലണ്ടറാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ ബോർഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് സെലക്ട് ചെയ്യുന്നു. ദെൻ വെരിഫൈ എഡ്യൂക്കേഷൻ ബോർഡ് ചോദിക്കുന്നുണ്ട്. വീണ്ടും സെലക്ട് ചെയ്യുക കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ്. ദെൻ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കാണുന്ന അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലുണ്ടാവും നമ്മുടെ രജിസ്റ്റർ നമ്പർ. അതിനുശേഷം വെരിഫൈ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. രജിസ്റ്റർ നമ്പർ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്. ഏത് വർഷമാണ് നമ്മൾ SSLC പാസ് ഔട്ട് ആയത് ആ വർഷം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഇയർ ഓഫ് പാസിംഗ് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ജെൻഡർ, വെരിഫൈ ജെൻഡർ. ദെൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ റീസെൻറ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി പാസ്സായവരാണെങ്കിൽ ഗ്രാജുവേഷൻ, PG പാസ്സായവരാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെ കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പർ, വെരിഫൈ മൊബൈൽ നമ്പർ. ഇമെയിൽ ID കൊടുക്കുക. വെരിഫൈ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ ID തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ID കൊടുക്കുക. ദെൻ വെരിഫൈ ഇമെയിൽ ID ഒന്നുകൂടെ കൊടുക്കുക. ദെൻ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പെർമനൻ്റ് അഡ്രസ് സ്റ്റേറ്റ് എവിടെയാണെന്ന്. കേരള കൊടുത്തു. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം സേവ് കൊടുക്കുക. അഗെയിൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ആണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കൺഫേം ആണെങ്കിൽ കൺഫേം കൊടുക്കുക. ദെൻ അവർ പറയുന്നുണ്ട് നമ്മുടെ ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും 2 OTP വരാനുള്ളത് കാരണം നമ്മുടെ രണ്ടും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക.
കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീ എൻ്റർ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നല്ലപോലെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പാർഷ്യൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഡിലീറ്റ് ആവും. നമ്മുടെ രജിസ്ട്രേഷൻ യൂസർ നെയിം അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും ഫോണിലേക്ക്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പാസ്വേഡും വന്നിട്ടുണ്ടാവും. അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക. നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ മെയിലിലും ചെക്ക് ചെയ്താൽ വന്നിട്ടുണ്ടാവും. അത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, ദെൻ ലോഗിൻ കൊടുക്കുക. ദെൻ നമുക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഓൾഡ് പാസ്വേഡ് എന്തായിരുന്നു എന്ന് നമ്മുടെ മെസ്സേജ് വന്ന പാസ്വേഡ് കൊടുക്കുക. ഓൾഡ് പാസ്വേഡ് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ള ഒരു 4 ഡിജിറ്റ് പാസ്വേഡ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ മെസ്സേജ് വന്നിട്ടുള്ള 4 ഡിജിറ്റ് പാസ്വേഡ് കൊടുക്കാം. ദെൻ നമ്മുടെ ന്യൂ പാസ്വേഡ്, നമ്മൾ എന്താണോ ഇപ്പോൾ പാസ്വേഡായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് വെക്കേണ്ടത്. അവിടെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പാസ്വേഡ് കൊടുക്കാൻ. കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ദെൻ അതായിരിക്കും നമ്മുടെ പാസ്വേഡ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഡാറ്റാസൊക്കെ അവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇനി നമ്മൾ അഡീഷണൽ ആൻഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം ഫസ്റ്റ് തന്നെ നമ്മുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, കാറ്റഗറി കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, നാഷണാലിറ്റി കൊടുക്കുക. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ആണ് ചോദിക്കുന്നത്. അത് പിന്നെ നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ. അത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം, ഒരെണ്ണം മാത്രം കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇങ്ങനെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റേറ്റ്, പിന്നെ ഡിസ്ട്രിക്റ്റ്, ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ്, ദെൻ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണോ ചോദിക്കുന്നുണ്ട്, പ്രസൻറ്റ് അഡ്രസ്സ്, അപ്പോൾ അതവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ശേഷം നമ്മളൊന്നുകൂടെ ചെക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന്. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ അഡ്രസ്സ് കൊടുത്തതിൽ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുള്ളതൊക്കെ ബാക്ക് സ്പേസ് വെച്ച് ഒഴിവാക്കുക. ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡീഷണൽ ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി. ഇനി ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിക്ലറേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക.
അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ഐ അഗ്രി ടിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ OTP എൻ്റർ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈലിലേക്കും നമ്മുടെ ഇമെയിലിലേക്കും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ OTP വന്നിട്ടുണ്ടാവും. നമ്മുടെ മൊബൈൽ OTP കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ വന്നിട്ടുള്ള OTPയും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടും വേറെ വേറെ OTP ആണ്. അതിനുശേഷം ക്യാപ്ച കോഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ യൂസർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ ചേഞ്ച് ചെയ്ത് കൊടുത്ത പാസ്വേഡാണ് നമ്മുടെ പാസ്വേഡ്. ഇങ്ങനെയാണ് നമ്മൾ SSCയിൽ വൺ ടൈം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, SSCയിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡ്രാഫ്റ്റ് പ്രിൻ്റ്, നമ്മുടെ രജിസ്ട്രേഷൻ്റെ. ഇത് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാം. ഇതാണ് ഡ്രാഫ്റ്റ് പ്രിൻ്റ്. ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കാം. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ കണ്ടോ, നമ്മൾ എക്സാംസിനൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ എക്സാംസിനും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ഡാഷ്ബോർഡിലേക്കാണ് വരുന്നത്. ഇവിടെ വന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ CGLന് വിളിച്ചിട്ടുണ്ട്, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ആയിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. 31 ജനുവരി ആയിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോറി ഫോർ ദാറ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.